അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഗോഹാനാണെങ്കിൽ ഇപ്പൊ ബുൽമയെയും കുഞ്ഞിനെയും റോബിനെയും കൊണ്ട് ഓൾമോസ്റ്റ് അവന്റെ വീടിന്റെ അടുത്തേക്ക് എത്തി. അതിന് ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഗോഹാൻ നീ നിന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? നിനക്കും എന്റെ പാരന്റ്സ് ആണല്ലേ കൂടുതൽ വലുത്. എന്റെ കയ്യിൽ ഒരു പിഞ്ചു കുഞ്ഞാണ്, അതിന് വിശക്കുന്നുണ്ട്, നീ എനിക്ക് ഫീഡ് ചെയ്യണം. സോ മര്യാദയ്ക്ക് എന്റെ വീട്ടിലേക്ക് പോ. അവസ്ഥ വളരെ മോശമാണ്. അത് കേട്ട് വേറെ വഴിയില്ലാതെ ഗോഹാനാണെങ്കിൽ ഇപ്പൊ ബുൽമയുടെ വീട് ലക്ഷ്യമാക്കി കടന്നു പോകും. അതേസമയം ഇവിടെ ഗോകുവിന്റെ അവസ്ഥ അതിപ്പോ ഏകദേശം നോർമൽ ആയിരിക്കുകയാണ്. ചീച്ചിയാണെങ്കിൽ അവന്റെ മുഖമൊക്കെ കഴുകി തുടച്ച് ഒരുപാട് വിഷമത്തിലും പ്രയാസത്തിലും ഗോകുവിനെ തന്നെ നോക്കും. ഇപ്പോഴാണ് അവൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് നോർമലായത്. ഇതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും അവൻ വൈപ്പ് ചെയ്യും. ഇപ്പോൾ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ വെജീറ്റയെയും ആ റോബോട്ട്സിനെ അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ അവരെ കണ്ടെത്താനായിട്ട് അവരെ കൊണ്ടായിട്ടില്ല. മറ്റൊരു ഭാഗത്ത് വെജീറ്റ അവൻ വെല്ലുവിളിച്ച അനുസരിച്ച് ആ ഒരു നമ്പർ 18 റോബോട്ട് അവളാണെങ്കിൽ ഇപ്പോൾ വെജീറ്റയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. വെജീറ്റ അവളുടെ എല്ലാ പഞ്ചും ഹായായിട്ട് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് നമ്പർ 16ഉം 17ഉം അവർ രണ്ടുപേരും വണ്ടറടിക്കുകയാണ്. വാവ്, ആ ഡോക്ടർ പറഞ്ഞതുപോലെയല്ല, വെജീറ്റയുടെ പവർ അത് വളരെ കൂടുതലാണ്. കുഴപ്പമില്ല, ഈ പവർ കൊണ്ട് ഒരിക്കലും അവന് നമ്മളെ തോൽപ്പിക്കാനോ നമ്മളെ ഹേർട്ട് ചെയ്യാനോ സാധിക്കില്ല. വെജീറ്റയാണെങ്കിൽ അവളോട് ദേഷ്യപ്പെട്ട് പറയും, നിനക്കിനിയും രക്ഷപ്പെട്ട് മാറാനാവില്ല. അവളാണെങ്കിൽ അതെല്ലാം കേട്ട് ടെററായിട്ട് അങ്ങനെ നിൽക്കും. ഉടനെ വലിയൊരു ട്രക്ക് അവളുടെ പുറകിൽ വന്ന് ഹോൺ അടിക്കും. വെജീറ്റ ആണെങ്കിൽ അവളെ തകർക്കാനായിട്ട് ഒരു പവർ ഉപയോഗിക്കും. അവൾ ഞൊട്ടിയടയിൽ നിന്ന് അവിടുന്ന് തെന്നി മാറുകയാണ്. ആ ഒരു പവർ ആ ട്രക്കിലിടിച്ച് അവിടെ മുഴുവൻ പൊട്ടിത്തെറിക്കും. അവളിപ്പോ വെജീറ്റയുടെ തൊട്ടു പിന്നിൽ വരും. വെജീറ്റ ആണെങ്കിൽ സ്ലോ മോഷനിൽ അങ്ങനെ ടേൺ ചെയ്ത് അവളെ നോക്കും. ഓ, നിനക്ക് പവർ കുറവാണെങ്കിലും സ്പീഡ് വളരെ കൂടുതലാണ്. ഇതുകൊണ്ടൊന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഞാനുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിന്റെ കംപ്ലീറ്റ് പവറും നീ പുറത്തെടുത്ത് എനിക്ക് നേരെ ഉപയോഗിച്ചേ പറ്റൂന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവൾ ട്രിഗർ ചെയ്യാണ്. അത് കേട്ട് അവൾ ചിരിക്കും. എന്റെ സൈസ് കണ്ട് എന്നെ മെഷർ ചെയ്യണ്ട. ഞാൻ ആക്ച്വലി ഈ സമയം വരെ എന്റെ പവർ ഒരു 75% പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാനത് ഉപയോഗിച്ച നീ ഇവിടെ ജീവനോട് കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഞൊട്ടിയടയിൽ പാഞ്ഞു വന്ന് വെജീറ്റയുടെ നെറ്റിയിൽ ആഞ്ഞടിക്കും. അവന്റെ നെറ്റിയിൽ മുറിവുണ്ടായി. അതിലൂടെ ചോര തുളുമ്പി അവനങ്ങനെ വേദനയിൽ നിൽക്കുകയാണ്. വെജീറ്റയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു അറ്റാക്ക് ക്ഷണനേരം കൊണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് അവൾ ചെയ്തത്. തലി പൂണ്ട വെജീറ്റ ആണെങ്കിൽ അവളെ ഇടിക്കാനായിട്ട് പാഞ്ഞെത്തും. അവൻ ക്ലോസ് എത്തേണ്ട താമസം അവൾ കാലും അടക്കി വെജീറ്റയെ തൊഴിച്ച് അങ്ങനെ കിക്കി തെറിപ്പിക്കുകയാണ്. അടുത്തുണ്ടായിരുന്ന ചുമരിൽ പോയി ഇടിച്ച് വെജീറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വീണ് കിടക്കും. ആ നിമിഷം നമ്മുടെ ആൾക്കാരെല്ലാവരും അവിടേക്ക് വന്ന് വെജീറ്റയെ നോക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് വെജീറ്റ ആണെങ്കിൽ പുറത്തേക്ക് വരും. ഇവിടെ സൂപ്പർ ഹ്യൂമൻ മാൻ ശ്വാസം വലിച്ചുവിടും. ഹൗ, അദ്ദേഹത്തിന് ജീവനൊന്നും സംഭവിച്ചില്ല. അതിന് വെജീറ്റ പറയും, അത്ര വേഗം എന്നെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് ഈ ഗെയിം ഇത് മുഴുവനായിട്ടും കാണണ്ടേ. സോ നിങ്ങൾക്ക് ഇത് ദൂരെ നിന്ന് നോക്കിക്കാണാം. ഇവരെ ഞാൻ തന്നെ തീർക്കുമെന്ന് പറയും. അതേസമയം 18 ആണെങ്കിൽ ഇപ്പൊ 16നോട് പറയും, നീ ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് എനിക്കറിയാം. ഒക്കോ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. സോ നീ ഒരു വിഡ്ഢിയെ പോലെ അത് മാത്രമാണ് ചെയ്യുക. അതിന് 16 പറയും, അതെ, എന്റെ പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ. ഉടനെ 17 ആണെങ്കിൽ ഇപ്പൊ വെജീറ്റയായിട്ട് ഫൈറ്റ് ചെയ്യാൻ മുൻപോട്ടേക്ക് കടന്നു വരും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ ഭയം അത് കൂടുകയാണ്. കാരണം 18ഉം 17ഉം രണ്ട് വലിയ ശക്തികളാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. വെജീറ്റ ആണെങ്കിൽ തീർത്തു പറയും, ഈ ഫൈറ്റ് അത് ഒറ്റയ്ക്ക് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യും. എന്റെ ഫ്രണ്ട്സും നല്ല പവർഫുള്ള് തന്നെയാണ്, പക്ഷെ അവരുടെ ആവശ്യം ഈ ഒരു ഫൈറ്റിലില്ല. അത് കേട്ട് നമ്പർ 70 ക്ലാപ്പ് ചെയ്ത് മുൻപോട്ടേക്ക് വരും. സത്യത്തിൽ നിന്റെ കോൺഫിഡൻസ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷേ നീ നിന്റെ ഫ്രണ്ട്സിനെ ഉയർത്തി പറയുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല എന്ന് പറയും. ഉടനെ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് ഈ ഫൈറ്റ് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും വെജീറ്റയ്ക്ക് നേരെ ചാടി വരും. പിന്നീട് അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. വെജീറ്റയാണെങ്കിൽ ആ റോബോട്ടിനെ ആഞ്ഞടിക്കും. അവളാണെങ്കിൽ മലകൾക്കിടയിലേക്ക് വീണ് അവളുടെ ഡ്രസ്സിന്റെ ഒരുപാട് ഭാഗം കയറി പോവുകയാണ്. വെജീറ്റ വീണ്ടും അവളുടെ അടുത്തേക്ക് വരും. അതിനവൾ പറയും, എന്റെ പവർ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിന്നെ കഴിഞ്ഞും പവറുള്ള ആളല്ലേ സാക്ഷാൽ ഗോകു. അതിന് വെജീറ്റ പറയും, മുൻപ് വരെ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സൂപ്പർ സയാൻ രാജകുമാരൻ ഞാനാണ്, കഴിഞ്ഞും പവർ എനിക്കാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവളുമായിട്ട് പൊരിഞ്ഞ് പോരാട്ടം. ആ സൂപ്പർ ഹീറോ ബോയ് ആണെങ്കിൽ ഇപ്പൊ വണ്ടർ അടിച്ച് പറയും, വാവ്, എന്റെ അച്ഛന്റെ പവർ ഇത്രയധികം കൂടുതലായിരിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. പിക്കലോ പറയും, വെജീറ്റ ഇപ്പൊ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫൈറ്റ് മുൻപോട്ടേക്ക് പോകുന്തോറും അവൻ തളർന്ന് അവന്റെ പവർ കുറഞ്ഞു വരും. പക്ഷെ അവറ്റകൾ റോബോട്ടാണ്, അവർക്ക് തളർച്ച ഉണ്ടാവില്ല. അവൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവളാണെങ്കിൽ വെജീറ്റയെ പുറഞ്ഞ തല്ലാണ്. തല്ല് കിട്ടി വെജീറ്റ ആണെങ്കിൽ ദൂരേക്ക് പോയി തെറിച്ചു വീഴും. എല്ലാവരും ഭയത്തോടു കൂടെ വെജീറ്റയുടെ അവസ്ഥ കണ്ട് ശ്വാസം അങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. വെജീറ്റ ആണെങ്കിൽ അപ്പോഴും അവന്റെ തോൽവി സമ്മതിക്കാതെ വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് എത്തേണ്ട താമസം അവള് കൈഡി ശബ്ദം ഉണ്ടാക്കി വെട്ടി തിരിഞ്ഞു വന്ന് കറങ്ങി വന്ന് ഇപ്പൊ വെജീറ്റയുടെ കയ്യില് ആഞ്ഞ് ചവിട്ടുകയാണ്. ആ ഒരു ചവിട്ടില് അവന്റെ കൈ ഒടിഞ്ഞ് തൂങ്ങിപ്പോവും.
അത് കണ്ട് എല്ലാവരും ഞെട്ടും. വെജിറ്റയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെ സൂപ്പർ ഹീറോ ബോയ് അവനാണെങ്കിൽ പറന്നു എന്ന് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവളെ വെട്ടാൻ ശ്രമിക്കും. അവളാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവളുടെ കൈ നീട്ടി ആ വാള് തന്നെ തകർത്ത് കളയാണ്. ഉടനെ ആ 17 അവൻ ചാടി വന്ന് അവന്റെ 2 കൈയും ചുരുട്ടി അവനെ അടിച്ച് താഴെയിടും. മൊട്ടപ്പനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഓ നോ, സൂപ്പർ സയൻസ് 2 പേരെയാണ് അവർ ഈസി ആയിട്ട് അടിച്ച് താഴെയിട്ടത്. നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ അവസ്ഥ കൂടുതൽ മോശമാവെന്ന് പറഞ്ഞ് ഇപ്പൊ പിക്കലോയും മാർഷൽ ആർട്സ് മാനും അവർ 2 പേരും അവരെ ഹെൽപ്പ് ചെയ്യാനായി അവരുടെ അടുത്തേക്ക് പോകും. അടുത്ത നിമിഷം നമ്പർ 17 അവനാണെങ്കിൽ പിക്കലോയെയും മാർഷൽ ആർട്സ് മാനെയും തട്ടിത്തെറിപ്പിക്കുകയാണ്. നമ്പർ 17 ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാന്റെ കഴുത്ത് അതങ്ങനെ ഇറുക്കി പിടിക്കും. അത് കണ്ട് ബാക്കിയുള്ളവര് വജീറ്റ അവനെ സഹായിക്കാൻ പോവാൻ ശ്രമിക്കും. പക്ഷെ 18 ആണെങ്കിൽ വജീറ്റയെ പിടിച്ചു വെക്കും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരേണ്ട നിമിഷം അവളാണെങ്കിൽ ഇപ്പൊ വജീറ്റയെ അവന് നേർക്ക് വലിച്ചെറിഞ്ഞ് 2 പേരും കൂട്ടിയിടിക്കും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം കണ്ട് ഭയന്ന് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും അവന്റെ അടുത്തായിട്ട് നിൽക്കുന്ന നമ്പർ 16 കാണുക. 16 ആണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇടാതെ കുറെ കുരുവികളൊക്കെ കളിപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇവൻ ആരായിരിക്കും? അതുകൊണ്ടായിരിക്കും അവരെ പോലെ ഇവൻ ഫൈറ്റ് ചെയ്യാതെ അഗ്രസീവ് ആവാതെ ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുന്നത് ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. അതേസമയം ഇവിടെ പിക്കലോ ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. നമ്പർ 17 ഇപ്പോഴും അവന്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് പിക്കലോ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. 17 മാർഷൽ ആർട്സ് മാനെ താഴേക്കിട്ട് പിക്കലോയെ പിടിച്ച് വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായി നല്ല രീതിയിൽ പരിക്ക് പറ്റി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വജീറ്റ ആണെങ്കിൽ ഇപ്പോഴും അവന്റെ സൂപ്പർ സയൻ മോഡിൽ നിന്നും മാറിയിട്ടില്ല. അവൻ ഞൊടിയിടയിൽ ആടി എഴുന്നേറ്റ് നമ്പർ 18 അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവളാണെങ്കിൽ വജീറ്റയെ ആഞ്ഞു തൊഴിച്ച് അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവന്റെ പിന്നാലെ പോയി അവനെ കിക്ക് ചെയ്തും പഞ്ച് ചെയ്തും താഴെയിടും. അതിനുശേഷം അവന്റെ നടു അങ്ങനെ ചവിട്ടി ഒടിക്കുകയാണ്. താഴെ വീണ് കിടക്കുന്ന വെജീറ്റയുടെ 2ാമത്തെ കൈയും അവളങ്ങനെ ചവിട്ടി ഒടിക്കുകയാണ്. അതിനുശേഷം അവനോട് പറയും, ഇനിയും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഫൈറ്റ് ചെയ്യും. ഉടനെ നമ്പർ 17 ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരും. ഓ, അവരുടെ 2 പേരുടെയും സ്പെഷ്യൽ എഫക്റ്റ് ഒക്കെ മാറി അവർ നോർമൽ ആയല്ലോ. പക്ഷേ ഈ പയ്യൻ നമ്മുടെ ഡാറ്റാബേസിൽ എവിടെയും ഇല്ല. സോ അവൻ ആരാണെന്ന് കണ്ടുപിടിക്കുമെന്ന് പറയും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഉടനെ അവർ 2 പേർ 17 18 മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. നിന്റെ ഫ്രണ്ട്സുകൾക്ക് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ജീവൻ തിരികെ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഞങ്ങളോട് മത്സരിക്കാൻ വരാ പറ. കയ്യിൽ ആ സെൻസ് ബീനില്ലേ, അത് കൊടുത്ത് ഒരുപക്ഷെ അവർക്ക് അവരുടെ ലൈഫ് തിരികെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. ആ 18 ആണെങ്കിൽ 17നോട് ചോദിക്കും, ഗോകുവിന്റെ അവന്റെ ലൊക്കേഷൻ ഈ പയ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് 17 പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് തന്നെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് കടന്നു പോകാൻ തുടങ്ങും. അവരാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ തയ്യാറെടുക്കുന്ന അതേ സമയം മൊട്ടപ്പനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഓടിയെത്തും. പോകുന്നതിന് മുൻപ് 1 മിനിറ്റ് അവിടെ നിൽക്കണം, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ ലക്ഷ്യമാക്കി പോകുന്നത് ഗോകുവിനെ അല്ലേ? അവൻ എന്തിനാണ് നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഗോകുവിനും ജിറോയ്ക്കും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ജിറോയെ നിങ്ങൾ തന്നെ കൊന്നില്ലേ? പിന്നെന്തിനാ നിങ്ങൾ ഗോകുവിനെ ലക്ഷ്യമിടുന്നത്? അതിന് 17 പറയും, ഇതൊരു ഗെയിമാണ്, ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. വെറുതെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ ആ സെൻസ് ബീൻസ് നിന്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ അവരുടെ കാറ്റ് പോവും. നമ്പർ 18 ആണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് നടന്നു വന്ന് ഒരു കിസ്സും കൊടുത്ത് അവർ 3 പേരും ഗോകുവെ അന്വേഷിച്ച് അവിടുന്ന് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.